നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീരാമനെയും പറ്റിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നെറുകയിൽ ചോർച്ച. ക്ഷേത്ര നിർമ്മാണത്തിന്റെ 2500 കോടിയിൽ കൈയിട്ട് വാരിയത് ആര്? അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച ശ്രീരാമക്ഷേത്രത്തിൽ ചോർച്ചയുള്ളതായി വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ് ഇത് സംബന്ധിച്ച വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ഈ സ്ഥിതി തുടർന്നാൽ മഴ പെയ്യുന്ന പക്ഷം പൂജ മുടങ്ങും എന്നും മുഖ്യ പുരോഹിതൻ അറിയിച്ചിട്ടുണ്ട്. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം രാജ്യം മുഴുവൻ വലിയ കലാപം ഉണ്ടായതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടുകയും വലിയ തോതിൽ ജീവഹാനി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സംഭവം തർക്കത്തിലെത്തിയപ്പോൾ നിരവധി വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി അവസാന വിധി പറയുകയും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ക്ഷേത്രം പുതിയതായി നിർമ്മിക്കുകയുമാണ് ഉണ്ടായത്. നിർമ്മാണം പൂർത്തിയായ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമായാണ് പരിഗണിക്കപ്പെട്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രിയാണ് ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ കർമ്മം നടത്തിയത്. ഈ ഉദ്ഘാടന കർമ്മത്തിന് ശേഷമാണ് ക്ഷേത്രത്തിലെ ഭക്തന്മാർക്ക് പ്രവേശനം നൽകിയത്. രാജ്യത്ത് മാത്രമല്ല പുറം ലോകത്തും ഏറ്റവും വലിയ പ്രചാരം നേടിയ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് ദിവസേന ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയതിന്റെ പേരിൽ നിർമ്മാണ പ്രക്രിയ നടത്തുന്നതിന് വേണ്ടി ഹൈന്ദവ സംഘടനകളുടെ പ്രമുഖരടങ്ങുന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഇതിന് RSSും സംഘപരിവാർ സംഘടനകളും BJPയും എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തിരുന്നു. 1500 കോടിയോളം രൂപ മുതൽ മുടക്കിൽ മഹാക്ഷേത്രം നിർമ്മിക്കുക എന്ന പദ്ധതി ആവിഷ്കരിച്ച് അതിനുവേണ്ടി ഭക്തന്മാരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുകയാണ് അന്ന് ട്രസ്റ്റ് ചെയ്തത്. എന്നാൽ അത്ഭുതകരം എന്നോണം ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മാണ ഫണ്ടിലേക്ക് 2500 കോടിയിലധികം രൂപ സംഭാവനയായി ലഭിക്കുകയുണ്ടായി. ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. വലിയ പ്രശസ്തരും പ്രഗത്ഭരുമായ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ പ്രസിദ്ധരായ ശില്പികളും നിർമ്മാണ തൊഴിലാളികളും പങ്കെടുത്തുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇത്തരത്തിൽ വളരെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നടന്ന ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ നെറുകയിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നത് നിസ്സാര കാര്യമായി കാണേണ്ടതല്ല. മാത്രവുമല്ല വാസ്തുവിദ്യയും തച്ചുശാസ്ത്രവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ടുള്ളത്. എല്ലാ വിധത്തിലുമുള്ള സൂക്ഷ്മമായ നിരീക്ഷണത്തോടെ നടന്ന നിർമ്മാണത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പിഴവുണ്ടായത് എന്ന കാര്യം അന്വേഷിക്കപ്പെടേണ്ടതാണ്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതനായ ആചാര്യ സത്യേന്ദ്രദാസ് ആണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുള്ള വിവരം വെളിപ്പെടുത്തിയത്. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചോർച്ചയിലൂടെ വരുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയാൻ ശ്രീകോവിലിനകത്ത് സംവിധാനമില്ലാത്തതാണ്. ശക്തമായ മഴയുള്ളപ്പോൾ ക്ഷേത്രത്തിൽ പൂജ മുടങ്ങും എന്ന മുന്നറിയിപ്പും സത്യേന്ദ്രദാസ് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീകോവിലിന്റെ മേൽക്കൂരയിലാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ലോക ശ്രദ്ധ നേടിയ വിഷയമായിരുന്നു. ഇന്ത്യക്കാരും വിദേശികളുമായ ശ്രീരാമ ഭക്തർ വലിയ തോതിൽ ക്ഷേത്ര നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയതുകൊണ്ടാണ് 1500 കോടി രൂപയുടെ ബഡ്ജറ്റ് ഇട്ട് തുടങ്ങിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് 2500 കോടിയിലധികം രൂപ സംഭാവനയായി ലഭിച്ചതും. ഇത്തരത്തിൽ ആവശ്യത്തിലധികം തുക ഭക്തജനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടും നിർമ്മാണം പൂർത്തിയാക്കിയ ക്ഷേത്രം ചുരുങ്ങിയ മാസത്തിനുള്ളിൽ ചോർന്നൊലിക്കുന്ന സ്ഥിതിയിൽ എത്തിയെങ്കിൽ ഇതിനു പിന്നിൽ നേരല്ലാത്ത മറ്റെന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ധനവിനിയോഗത്തിൽ പുറമേ നിന്നും കൈകടത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്നതും നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ കൃത്യമായ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കപ്പെടേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ നിലവിലുള്ള ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിലെത്തിയ ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്ന ശേഷം ചുരുങ്ങിയ കാലത്തിനിടയിൽ ക്ഷേത്രത്തിൽ അപാകത കണ്ടുപിടിക്കപ്പെടുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ക്രമം വിട്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാകും എന്നുകൂടി വെളിപ്പെടുത്തുന്നതാണ്. നന്ദി, നമസ്കാരം.